ഇന്നൊരു ദിവസം പഠിച്ചില്ലെന്ന് വെച്ചാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ നിന്നെ ഒന്ന് കണ്ട് സ്വസ്ഥമായി തിരുവരെ സൊള്ളാൻ നേരിടാൻ ഞാൻ വന്നു. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ എങ്ങനെയൊക്കെയാ നമ്മുടെ പ്രോഗ്രാം? എപ്പോഴാണ് നമ്മുടെ കല്യാണം? അയ്യടാ, ഇത് അച്ഛനോട് പറഞ്ഞാ എങ്ങനെ ഇരിക്കുന്നറിയോ? അതായിരിക്കും അനുഭവം. ആ, കൊറേ ഞാൻ സഹിക്കും. അത് കഴിഞ്ഞാൽ നിന്റെ മൂപ്പിലേതാ ഇങ്ങനെ അതായിരിക്കും ചെയ്യുന്നത്. അത് കഴിയുമ്പോ അച്ഛൻ എന്താ ചെയ്യാന്നറിയോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അച്ഛനാ? നിങ്ങളുടെ അച്ഛനല്ല, കോളേജ് പ്രിൻസിപ്പൽ ഗീവർഗീസ്. ഇവിടെ ആകെ കുഴപ്പമാ. ഒരു വണ്ടി പോലീസുമായി ഉടനെ എത്തണം. പിന്നെ പോലീസ് എന്നെ ഒരു പുല്ലും ചെയ്യാനില്ല. ഇല്ല ഇല്ല, കാണാം. അവരുടെ കൈ കിട്ടിയാ എങ്ങനെ ഇരിക്കുന്നറിയോ? ഇങ്ങനെ അടിച്ചവരെല്ലാം പൊടിയാക്കും. നിന്നെ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. ഏത് പോലീസായാലും എന്നെ തൊടാൻ വിടില്ല. നേരിട്ട് കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. എന്നിട്ട് അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ച. വെറുതെ ഇപ്പൊ കല്യാണക്കാരും പറഞ്ഞ് പുലിവാലാക്കണ്ട. എന്റെ ജോലിയൊക്കെ ശരിയാവട്ടെ. തീരെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടാക്കും കൂടെ എങ്ങോട്ടെങ്കിലും ഇതെങ്ങനെ. ഇതൊരു ഒളിച്ചോട്ടത്തിൽ അവസാനിക്കുന്ന ലക്ഷണമേ ഉള്ളൂ. എടാ, വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോടുന്നുള്ള അടിയിടിയൊക്കെ വാങ്ങി തന്നിട്ട് ഒറ്റക്കിരുന്ന് ഒലിപ്പിക്കല്ലേ? പ്രേമിക്കാൻ കണ്ടൊരു നേരം വേണോ? ഇല്ല കൊച്ചെ. പോലീസ് ഇറങ്ങി കഴിഞ്ഞു. ഉടനടി ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ പല്ലും നഖവും പോലും ബാക്കി. ഒരു സെക്കൻഡ് പുറത്തിങ്ങനെ ഭീകരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വച്ഛന്തമായി ശൃംഗരിക്കാൻ വേറൊരു അവസരം കിട്ടിയെന്നല്ല. അതുകൊണ്ട് എളുപ്പം ഒരു ഇവിടെ തന്നെ പോലീസിന് അടുത്തെത്തി കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് വെളി നിൽക്കണേ. ഒന്ന് വേഗം തന്നെ ശിവ, പോലീസ് എത്തി. നീ ഇവിടെ ഉമ്മ വെച്ചളിക്കില്ലേ? വാസു, ഒരു മിനിറ്റ് പ്ലീസ് ഒന്ന് നിൽക്കാൻ. എന്ന് എളുപ്പം തന്നെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട്. നിനക്ക് ഇവനെ നൊപ്പതാ കാണിച്ചു തരാം. വാ.